ഹായ് ഗായ്സ്, ഡെയിലി വ്ളോഗിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നടന്ന വയനാട്ടിലെ വലിയൊരു ദുരന്തം നമ്മളെല്ലാവരും ന്യൂസിലൊക്കെ കാണാനിടയായി. വളരെ ഒരു പ്രയാസകരമായ ഒരു സംഭവമാണത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, പലരുടെയും വീടുകളും ഒക്കെ പോയി. അതിൻ്റെ ഒരു ബൈറ്റ് വീഡിയോ നമ്മൾ ഇടുന്നതാണ്. കാണാൻ നിസ്സാരമായൊരു കാഴ്ചയല്ല. ഇപ്പോൾ നമ്മളിവിടെ എവിടെയായാലും വെള്ളം കയറിയും നാശകോശമാകുന്നൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഈ പ്രകൃതിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവം. ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് പറയുന്ന കാരണം കണ്ടുപിടിക്കാൻ പോകുന്നതിന് അർത്ഥമുണ്ടാവില്ല. ചിലപ്പോ നമ്മുടെ എന്തെങ്കിലും മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വെള്ളം കയറിയും സുനാമി പോലെയൊക്കെ വന്ന ശിരൂരിൻ്റെ അപകടവും ഇപ്പം വയനാടിൻ്റെ അപകടവും എല്ലാം ഒരു ദുരന്തം എന്ന് പറയുന്ന ഡിസാസ്റ്റർ എന്ന നിയമത്തിൽപ്പെടുന്നതാണ്. ഇവിടെയും ഡിസാസ്റ്റർ എന്ന ദുരന്തമാണ്, വയനാട്ടിലും. അപ്പോൾ ദുരന്തം മാനേജ്മെന്റ് അവർ അന്വേഷിച്ച് അതിലൊരു വൈബ് ഉണ്ടാകുന്ന അതിൻ്റെ ഒരു കൊളാബിക്സ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഡിസാസ്റ്റർ തന്നെയാണ്. അപ്പോൾ അവിടെ ആർമികളെ കൂടുതൽ ഇൻഫോം ചെയ്ത് ആ രക്ഷാപ്രവർത്തനത്തെ ജനങ്ങളുടെ സംരക്ഷണത്തിന് കൂടുതലും പ്രോപ്പർലി ആയി ഗൈഡ് ചെയ്ത് സംരക്ഷിക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ ഇവിടെ കണ്ണൂരൊക്കെ വളരെ വളരെ
ഖേദകരമായ തോടിലെ വെള്ളം റോട്ടിലേക്ക്. വളരെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മുടെ കേരളത്തിലും ഇങ്ങനെ സംഭവിക്കുന്നത്? ഉരുൾപൊട്ടലും മണൽപ്പാച്ചിലും ഒക്കെ ആയി ഇപ്പൊ കാലഘട്ടം വളരെ ഒരു മെല്ലെയാണ് യാത്ര. ഒരു സഞ്ചാരികൾക്ക് വളരെ ഖേദകരമായ, പക്ഷെ വീട്ടിലിരിക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരുടെയൊക്കെ അവസ്ഥയാണ്. അതിനേക്കാളും വലിയ ദുരന്തമാണ്. ഇത് കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല. കാരണം ഇത്രയും വൈകാരികമായ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിൻ്റെ നിജസ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ നമ്മൾ മുമ്പുള്ള എവിടേക്കോ എഴുതി വെച്ച ഒരു നിഗമനങ്ങളിലൂടെ നമ്മുടെ ശാസ്ത്രങ്ങളും കേരളവും ദിനപ്രതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശൈലികളിലും കർമ്മ എന്നൊരു വ്യാപ്തി നിലനിൽക്കുന്നതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് സൈഡിൽ എടുത്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. ഇത് കർമ്മബലമാണോ? അല്ല, നല്ലത് ചെയ്ത വ്യക്തിക്കും ഈ ദുരന്തം ആർക്കും ഒരുപോലെയാണെന്ന് നിശ്ചയിച്ച മട്ടിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ഡിസാസ്റ്റർ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത മറ്റൊരു വളരെ വൈകാരിക നിമിഷങ്ങളിലേക്ക് പോകും. നമ്മളൊരു യൂട്യൂബറായാലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോഴും നമ്മുടെ നാട്ടിന് ഒരു ആപത്ത് വരുമ്പോൾ, ഡിസാസ്റ്ററിൽ നിന്ന് ദുരന്തം വന്നു കഴിഞ്ഞാൽ അവിടെ സംരക്ഷകർ ഉണ്ടാകുന്നത് കേരളത്തിൽ നല്ല കേരളത്തിലാണ് കൂടുതൽ. ദുരന്തത്തിന് എന്നും എന്തിനും ഏതിനും ഒരു സംരക്ഷകർ ഉണ്ടാകുക എന്ന ഒരു നമുക്ക് വൈകി വരുന്ന ഉത്ബോധം പോലെയല്ല. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ മുമ്പത്ത് തന്നെ മരം പൊട്ടിക്കേണ്ടിയിരിക്കുകയാണ്, അതും വേരോടെ. അപ്പോൾ വേര് പോലും അങ്ങനെ പൊട്ടി വീണമെങ്കിൽ നമ്മുടെ നാടിൻ്റെ ദുരന്തമായ അവസ്ഥ വരാനിരിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയല്ലേ. ചിലർ അവർ തള്ളിക്കളയും, പക്ഷെ അങ്ങനെയല്ല. ലൈഫിനെ മാറ്റിമറിക്കുന്നത് അവനവൻ്റെ ജീവിതം എങ്ങനെ പ്രോപ്പർലി നീങ്ങിപ്പോകുന്നു എന്ന നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ്. ഇപ്പം ഈ നാട്ടിൽ നടക്കുന്ന പല ദുരൂഹതക്കും പല വേർപാടിനും എന്ത് മുഹൂർത്തങ്ങൾ കണ്ടിട്ടാണ്? ഒന്നുമല്ല, മനുഷ്യനെ മനുഷ്യനാക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് അതൊന്ന് സിമ്പിൾ ലോജിക്കിൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കും അങ്ങനെ അവസ്ഥ വരാം. ആ അവസ്ഥക്ക് പ്രതിവിധി എന്താണെന്നാണ് നമ്മൾ ഇന്നും സർക്കാരോടും ഗവൺമെൻറ്റിനോടും ചോദിക്കുന്ന ചോദ്യം. ഇത് നിരന്തരമാണ്. ഇപ്പോൾ വയനാട്ടിലെ പാവപ്പെട്ടവരായിരിക്കാം, അവരുടെ വീടും സ്വത്തും പണവുമൊക്കെ ആ മഴപ്പള്ളിപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതാണ് ലോകം. ഇത്രയേ ഉള്ളൂ ഒരു ലോകത്തിൻ്റെ സ്പന്ദനം. ഭൂഗോളം ഒരു സ്പന്ദനമാണെന്ന് നമ്മൾ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏക പാഠനമാണ് ഒരു സ്പന്ദനമാണ്. നമ്മൾ അറിവില്ലാതെ പല കാര്യത്തിലേക്ക് എടുത്ത് ചാടിക്കഴിഞ്ഞാലുള്ള നമ്മുടെ വിപരീതമായ ഫലത്തെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ജീവിതത്തിലായാലും മണിക്കൂറുകൾക്ക് ഒരു സമയം, തണുപ്പ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചൂടും അതുപോലെ ഡിഗ്രികൾക്ക് പകരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ശരാശരി നോർമൽ ഒരു ക്ലൈമറ്റാണ്. ആ ക്ലൈമറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന കാലത്തിൻ്റെ
പോക്ക് എന്ന് പറഞ്ഞാൽ, ഒരു മഴ എന്ന് പറയുമ്പോൾ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന ടോപ്പിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് രോഗത്തിൻ്റെ കാര്യം ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇപ്പുറത്ത് ദുരന്തങ്ങളാകുമ്പോൾ അപ്പുറത്തും രോഗങ്ങളാണ്. ചിലർക്ക് രോഗങ്ങൾ വിട്ട് മാറുന്നേയില്ല. എന്തുകൊണ്ടാണ്? കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് മാതിരിയായിപ്പോയി. ചില നല്ലവർ ആ ദുരന്തത്തിലുണ്ടാവും. അങ്ങനെ ചുറ്റുപാട്ടങ്ങളിലേക്ക് മാറേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകം നിൽക്കുമോ? അത് നമുക്കും അറിയണം. ഇത്തരത്തിലുള്ള ഓരോ വിപത്തുകൾ വരുമ്പോഴും നമുക്കൊരു ഭ്രാന്തിയാണ്. നാളെ നമുക്ക് സംഭവിച്ചാൽ ഇവർക്ക് സുരക്ഷകരുള്ളവർ പോലെ നമുക്കും ഈ ഡിസാസ്റ്റർ സമയത്ത് രക്ഷകരുണ്ടാകും. ഒരു ഇൻഫ്ലുവൻസർ എന്ന പേര് മാത്രം സംസാരിക്കുകയല്ല, ഒരു സാധാരണക്കാരൻ്റെ ഒരു മെത്തേഡിൽ കൂടി സംസാരിക്കുകയാണ്. എനിക്കത് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു ദുരന്തത്തിൽ രക്ഷകനാകുന്നത് അവനവൻ്റെ കർമ്മഫലത്തിൻ്റെ വിധി പോലെ ഇരിക്കും. പക്ഷെ ഇത് ഇനിയെന്നും തിരിച്ചു അപ്പോൾ ഒരു അപകടമെന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ എല്ലാം ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പേ നമ്മൾ കരുതണം. മുൻകരുതൽ എന്ന് പറയുന്നത് ആപത്തിനെ വിളിച്ചു വരുത്തുന്നതിന് മുമ്പ്, വരുന്നതിന് മുമ്പ് നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ചില ചുമതലകൾ നമ്മൾ എടുത്തിരിക്കണം. അത് ഏത് ദുരന്തത്തിലായാലും. അപ്പോൾ പ്രോപ്പർലി ഗൈഡിങ് ഇല്ലാത്തതിൻ്റെ പല കാര്യങ്ങളും. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം, അപ്പോൾ ആ വയനാട് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ കൺകുളിർന്ന് കണ്ട കാഴ്ചക്കാരുണ്ടാവും. അവിടെ യാത്ര ചെയ്തവർക്ക് എത്ര ഫേവറബിളായ പ്ലേസുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ നിങ്ങളെ സഹായിച്ചവരുണ്ടാവില്ലേ? ആ നാട്ടിൽ പോയി ചെന്ന് ട്രാവലിംഗ് ചെയ്തും സഞ്ചാരം നടത്തിയും ജീവിക്കുന്നവർക്കും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഒരു വയനാട് എന്ന് പറയുന്ന നശിച്ചു പോയിപ്പോൾ നമ്മുടെ വയനാടെന്ന വികാരത്തെ, അത് വയനാട് എന്ന് പറയുന്ന ഊട്ടി എന്ന് നമ്മൾ പറയപ്പെടുന്ന നമ്മുടെ സ്വന്തം വയനാടിൻ്റെ അവസ്ഥ ഇത്ര ഖേദകരമാകുന്നത് ഡിസാസ്റ്റർ തന്നെയാണ്. നമുക്ക് മുൻകൂട്ടി പറയാനൊന്നും പറ്റില്ല ദുരന്തത്തിൻ്റെ വൈത്ത്. നമുക്ക് ഉറങ്ങുന്ന സമയത്തത് മനസ്സിലാവും, ഇന്ന് എന്തോ സംഭവിക്കുമോ നേരത്തെ തോന്നും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഡിസാസ്റ്ററിൻ്റെ മാനേജ്മെൻറ്റ് ക്രിയേറ്റ് തുടങ്ങിയിരിക്കണം. അപ്പോൾ നമുക്കൊരു മുൻകരുതലെടുക്കാൻ പറ്റും. നമ്മൾ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ച് പിടിച്ച് ആ വളണ്ടിയറൊക്കെ കൂട്ടി അവിടെ ഒരു സേഫ് സോൺ പണയണം. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ദുരന്തങ്ങൾ വരുമെന്ന് നമുക്ക് ആലോചിച്ച് നിൽക്കുന്ന ടൈമൊന്നും ആയിരിക്കില്ല ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം വരാൻ പോകുന്നത്. അത് ഇക്വാലിറ്റി മാത്രമാണ്. നമ്മുടെ ഇക്വാലിറ്റി അനുസരിച്ചാണ് നമ്മൾ ഡിസാസ്റ്റർ ദുരന്തത്തിൽ എല്ലാവരെയും ഒരു ഫേവറബിളായി ഒരിക്കലും ഡിസാസ്റ്ററിനെ ചെയ്യരുത്. എല്ലാവർക്കും വേണ്ടി ഒറ്റ മെത്തേഡിൽ തന്നെ ഇതുപോലുള്ള ഡിസാസ്റ്റർ ദുരന്തത്തിൽപ്പെടുന്നവരെ, ഇപ്പോൾ ദുരന്തത്തിൽ പോയവരെക്കാളും അവിടെ ജീവിക്കുന്നവരെ സംരക്ഷിക്കണമെന്നത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമാണ്. ഗവൺമെൻറ് ഓഫ് സർക്കാരും ഗവൺമെൻറ്റും ഒക്കെ ഒരുമിച്ച് തീരുമാനിച്ച് അവിടെ നിന്ന് വിട്ടുപോവാതെ അവരുടെ കാവൽക്കാരനായിട്ട് തന്നെ ജീവിക്കുമ്പോഴാണ് ഏതോ ഹ്യൂമൻ എന്ന് പറയപ്പെടുന്നത്. സാധാരണക്കാരനായ നമുക്കും ആ വിപത്ത് വരുമ്പോൾ ഒരു സാമൂഹ്യപരമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ആപത്തിൻ്റെ വരവിൻ്റെ ഒരു ഉത്ഭവം എവിടെ നിന്നാണ്? നമ്മുടെ ചിട്ടയായ ജീവിതത്തിൽ പല തെറ്റുപറ്റുകൾ നമുക്കും സംഭവിച്ചു കാണും. ജീവിതത്തിൽ കഴിയുന്ന അശ്രദ്ധ, ആപത്ത്
നമ്മളിൽ നിന്ന് അധികാരം പിടിച്ചവർ തരുന്ന സ്പോണ്ടൈൻസായി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, അതിൻ്റെ ഭാഗമാകാം തെറ്റുകൾ കൊണ്ട് നമ്മൾ ഈ പാവ ജനതകൾ അനുഭവിക്കുന്ന ഡിസാസ്റ്റർ ദുരന്തത്തിലേക്ക് ഒരു വലിയ പ്രതികരണം, അതായത് പ്രകൃതിയുടെ ഫൈറ്റിലേക്ക് നമ്മളെത്തുന്നു. എന്തുകൊണ്ടാണ്? ഇത് മുമ്പേ കാലാകാലമായി ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഈ ലോകത്തിൻ്റെ ഒരു നാശത്തിൻ്റെ ഒരു സ്റ്റോറി നമുക്ക് നേരത്തെ ഒരു ഗണുവായി നമുക്കറിയാമല്ലോ. ഈ രാജ്യത്തിൻ്റെ ഘടനകൾ ഈ രീതിയിലൊക്കെ പോകുന്നു എന്ന വാക്കുകളും സ്റ്റോറികളും നമ്മൾ പഴയ ഖുർആനിലും ഗീതയിലും ഭഗവത്ഗീതയിലുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതല്ലേ. ചിലതൊക്കെ അസത്യമാണെന്ന് പറയാൻ പാടില്ല. സത്യത്തെ സത്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്വീകരിക്കപ്പെടും. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ അങ്ങനെയുള്ള വിശ്വാസങ്ങളെ നമ്മൾ മുറുകെ പിടിക്കുകയില്ലാതെ ഇത്തരത്തിലുള്ള നിമിഷങ്ങളിൽ വേറൊരു ഹെൽപ്പറും ഉണ്ടാവില്ല. നമ്മുടെ മനസാക്ഷിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഇതുപോലത്തുള്ള ഡിസാസ്റ്റർ വരുമ്പോൾ ഒരു വ്യക്തി, ഒരു കൂട്ടം ജനങ്ങളല്ല, നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെല്ലാം പെടും. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കുള്ള പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും? അവൻ്റെ രക്ഷ എങ്ങനെ? ചിലർ അവരുടെ രക്ഷവും നോക്കാതെ എടുത്തു ചാടി. ഇപ്പോൾ ശിരൂരിലേക്ക് അപകടങ്ങൾ വരുന്നിട്ട് അവരെ ഡിസാസ്റ്റർ ദുരന്തത്തിന് സേവനം ചെയ്യുന്നവരെ അവരെ നാണം കെടുത്തി വിടുന്നില്ലേ? ആ ഒരു ദുരന്തത്തിൽ അവർ അവരുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് രക്ഷകരായി മാറുന്നത്. അവർ പണം ആശ്രയിച്ചിട്ടുമല്ല, അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയുമല്ല ഈ ഒരു തീരുമാനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ ഗട്സ് വേണം. നമ്മൾ അത്തരത്തിലുള്ളൊരു നീക്കുപോക്കുകൾക്ക് തയ്യാറാകണം എന്ന മനസ്സിലിരുത്തി തീരുമാനിച്ചാലേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് ഒരു വൈവിധ്യമുണ്ടാവും. അപ്പോൾ വളരെ സങ്കടകരമായ വാർത്തയാണ് നമുക്കിപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങളിലേക്ക് എന്തും ത്യജിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇനിയൊരു ദുരന്തം കൂടി സഹിക്കുന്ന സഹനം, ഈ സഹനം തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രയാസം. അവൻ്റെ സഹനത്തിൻ്റെ വിലയും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയുമാണ് നമ്മളെ നമ്മളാക്കുന്നതെന്ന് പറയുന്ന കാലഘട്ടത്തിൽ പലരും കഥകൾ എഴുതുന്നവരും നമ്മൾ മുൻകാലത്തെക്കുറിച്ച് നേരത്തെ തീരുമാനിച്ച് വെച്ചവരും അവരുടെ കാര്യങ്ങളുടെ അവരുടെ ഒത്തു നോക്കുമ്പോൾ നമ്മളുടെ ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക്, നമ്മുടെ ഈ ലോകത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക് വലിയ ആപത്ഘട്ടങ്ങൾ കടന്നു വരുന്നു എന്ന സൂചന നമുക്ക് മുൻകൂട്ടുന്നു. കാരണം മുൻകൂട്ടി അറിയപ്പെടും. കാരണം നമ്മുടെ ലൈഫിൽ നമുക്കൊറ്റ തീരുമാനമെടുക്കാൻ പറ്റുന്നു. അതുപോലെയാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ദുരന്തം, ഡിസാസ്റ്റർ വരുമ്പോൾ നമുക്ക് രണ്ടാമത് ചിന്തിക്കേണ്ടത് നമ്മുടെ സുരക്ഷയാണ്. നമ്മുടെ സുരക്ഷാ സേവനം കൃത്യമായി പാലിച്ചല്ലാതെ നമുക്കൊരു തീരുമാനവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള സമയത്ത് ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഇത് തന്നെയുണ്ട്. ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും രക്ഷ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുക വളരെ വളരെ അസഹനീയമാണ്. അതിന് ആർമികളെയും ഫയർഫോഴ്സിനെയൊക്കെ വളരെ കൃത്യമായി സഹായക സംഘടനത്തിന് അതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക്, മുങ്ങൽ വിദഗ്ധർ, ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം നമ്മുടെ സിസ്റ്റമിലുണ്ട്. നമ്മുടെ സർവീസ് അങ്ങനെയാണ്. അപ്പോൾ സിസ്റ്റം ഇതിനെയൊക്കെ വളരെ കാഷ്വലായി നോക്കാതെ അതിനെ പ്രോപ്പർലി ഗൈഡ് ചെയ്യണം. അപ്പോൾ ഗൈഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണ വ്യവസ്ഥ നിലനിൽക്കുന്നത്. കാരണം അത് വളരെ വളരെ ഒരു പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ അത് നമുക്ക്
ഒരു സംതൃപ്തി ഉണ്ടാവും നമ്മുടെ ജനങ്ങൾക്ക്. ഇപ്പോൾ വയനാട്ടിലെ ജില്ലകൾക്ക് അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു, എന്തൊക്കെ സംഭവിച്ചു ഒക്കെ നമ്മൾ അങ്ങോട്ട് തന്നെ ഒരു പ്രോപ്പർലി അന്വേഷണം നടത്തുന്നത് നന്നാണ്. കാരണം വളരെ പ്രയാസപ്പെട്ട അവരുടെ ജീവിതത്തിൽ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് അതാണ്, ആ അവസ്ഥയാണ് പലരെയും ഭ്രമിപ്പിക്കുന്നത്. ജീവിതം ഒന്നാണ് എന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ഈ ജീവിതം നമുക്ക് പരമാവധി ജീവിച്ച് തീർക്കണമെന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫ് തീരുന്നതിന് നിമിഷം പോലും നമുക്കൊരു വ്യവസ്ഥകളും നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഈ ടേണിംഗ് പോയിന്റിൽ നമുക്ക് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ദുരന്തത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തിനെ പിടിച്ച് ജീവിക്കുമെന്നതിൻ്റെ കരുത്ത് നമുക്കാകണം. നമ്മൾ ആ സമയത്തുണ്ടാകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കാണണം. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നോ അതിനെ വിപരീതമായി സംഭവിക്കുന്ന ലോകമാണിത്. അതാണ് ഡിസാസ്റ്റർ എന്ന ഒരു വേർഡ് കൊണ്ട് നമ്മൾ പഠിച്ച ഒരു പാഠം. അപ്പോൾ ആ പാഠത്തിൽ നിന്ന്, ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. കാരണം മാനേജ്മെൻറ്റ് തന്നെയാണ് അതിൻ്റെ ദുരന്ത സേവനങ്ങൾ ചെയ്യുന്ന മാനേജ്മെൻറ്റ് തന്നെയാണ് കേരളത്തിനെയും രക്ഷപ്പെടുത്തേണ്ടത്. കാരണം എത്രയും പെട്ടെന്ന് ഇവരുടെയൊക്കെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയില്ലെങ്കിൽ ജനങ്ങളുടെ വിഭ്രാന്തിക്ക് അവരുടെ മെൻ്റൽ ഹെൽത്തിന് അത് വളരെ ബാധിക്കും. വളരെ സ്പോണ്ടേനിയസായി നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ രക്ഷകർ അവർക്ക് വേണ്ടി നിൽക്കണമെന്നാണ്. അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നാണ്. അല്ലാതെ ഒരു സോഷ്യൽ മീഡിയ തുറന്നു വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമാണത്. കാരണം സങ്കീർണമായ ഒരു സങ്കടമായ ഒരു വാർത്ത നമുക്ക് കേൾക്കേണ്ടി വന്നു. എത്രയാണ് നമുക്കത് കേൾക്കേണ്ടി വരിക? എത്ര പ്രാവശ്യം നമുക്ക് ഇതുപോലത്തെ ദുരന്തങ്ങൾ കാണാൻ പറ്റും? നമുക്ക് ഏത് രാജ്യത്തും ഇതുപോലുള്ള അവസ്ഥകൾ തുടരുകയാണ്, അവിടെ അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനെ സംരക്ഷിക്കണം. നമ്മുടെ നാടിൻ്റെ ഈ അവസ്ഥയെ, ഈ ബലിയാടാകുന്ന മനുഷ്യരെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? അതാണ് നമ്മൾ നോക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ നടപടിയിലേക്ക് ഡിസാസ്റ്റർ എന്ന ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അത്തരത്തിലുള്ള സുരക്ഷാ സേവന കേന്ദ്രം എന്ന എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ പേര്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഒത്തുചേരൽ നടത്താൻ ജനങ്ങൾക്ക് സംരക്ഷണം തന്നെയാണ്. ഇത് മുൻകൂട്ടി പറയുന്നതാണ്. കാരണം മുമ്പും ഇതുപോലെ സംരക്ഷകർ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പോസിറ്റീവ്സാണ്. കാരണം രക്ഷകർ നമ്മുടെ നാട്ടുകാർ തന്നെ രക്ഷപ്പെടുത്തുന്ന ചില ആൾക്കാരും ഉണ്ട്. പക്ഷെ ചിലവർ അത്തരത്തിലുള്ളവരാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. എല്ലാവരും ഉൾപ്പെടുത്തി നമുക്കൊരിക്കലും ഒരാളെയും ഫുള്ളായി പറയാൻ പറ്റില്ല. അപ്പം നമ്മളുടെ സംരക്ഷണത്തെ നമുക്ക് അപകടങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ ഭയമാണ്, നമ്മുടെ പേടിയാണ് നമ്മളവിടെ കെയർ ചെയ്യേണ്ടത്. ആ പേടിയെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുമെന്നൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ മനുഷ്യനാണ്, ഹ്യൂമനാണ്. അപ്പോൾ ഹ്യൂമൻ ആകുമ്പോൾ നമ്മുടെ മനുഷ്യന് പല രീതിയിൽ ചിന്താഗതികൾ, വിഭ്രാന്തികളൊക്കെ വരുന്നതാണ്. അതാണ് ഒരു മെഡിക്കൽ എന്ന് പറയുന്ന തിയറി. ആ തിയറി നമുക്ക് പഠിക്കുക തന്നെ വേണം. അതിൻ്റെ വേറൊരു പ്രാക്ടിക്കൽ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നിത്യേന ലൈഫിൻ്റെ ഭാഗമായി കൂടി വരും. അപ്പം നമുക്കവിടെ പല രീതിയിൽ ടെൻഷൻസ് ഉണ്ടാകും, നമ്മുടെ പേടി കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ. അപ്പോൾ വയനാട്ടിലെ ജില്ലക്കാർക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നപ്പോൾ അവർ ആ മെൻ്റൽ ഹെൽത്തിന് കെയർ ചെയ്യുന്ന എല്ലാം നിങ്ങൾ സേവനം കൊടുക്കണം. അപ്പോൾ അവരുടെ ശക്തമായ അവരുടെ ലൈഫ്, ഇനി വരാൻ പോകുന്ന ലൈഫിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന നിങ്ങളുടെ കരുത്ത് മാത്രമാണ് അവരുടെ ബലം എന്ന് പറയുന്നത്. ആ ഒരു നമുക്ക് അതിനെ അങ്ങനെയാക്കി എടുക്കാൻ പറ്റണം. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായി വേറെ വരാം.